മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തനിച്ച് താമസിക്കുന്ന വയോധികയെ ആക്രമിച്ച് മുളകുപൊടി വിതറി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വണ്ടൂർ അമ്പലപ്പടി സ്നേഹവീട്ടിൽ 63-കാരിയായ ചന്ദ്രാമവതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ഇന്നലെ രാത്രി 8:30-യോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നപ്പോൾ മുഖം മൂടി ധരിച്ചെത്തിയ 3-അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറുകയും വയോധികയെ മുളകുപൊടി വിതറി അസ്വസ്ഥയാക്കുകയുമായിരുന്നു. തുടർന്ന് കയ്യിൽ ധരിച്ചിരുന്ന ഏകദേശം 2 പവനോളം തൂക്കമുള്ള സ്വർണ്ണവളകൾ മൽപ്പിടുത്തത്തിനിടെ മുറിച്ചെടുത്താണ് സംഘം കടന്നു കളഞ്ഞത്. ആക്രമണത്തിൽ പരിക്കേറ്റും അസ്വസ്ഥയുമായ ചന്ദ്രാവതി ഉടൻ തന്നെ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിച്ചു. ബന്ധുക്കൾ വീട്ടിലെത്തുമ്പോൾ മുളകുപൊടി വിതറിയത് കാരണം കടുത്ത അസ്വസ്ഥതയോടെയാണ് വയോധികയെ കണ്ടെത്തിയത്. തുടർന്ന് വണ്ടൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഇന്ന് രാവിലെയും പോലീസും ഡോഗ് സ്ക്വാഡും വീട്ടിൽ പരിശോധന നടത്തി. ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതാണ്. വാതിൽ തുറന്നോടുകൂടി 2-3 ആളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി. പിന്നെ പിടിച്ച് വായും മൂക്കൊക്കെ പൊത്തി പിടിച്ച് കയ്യുമ്മലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചെടുത്തിട്ട്. കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല. കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. 3 ആളുണ്ട്. ഒരു കുട്ടി ഇട്ടത് പാൻറ്റും ടീഷർട്ടും. മുഖം ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഈ കണ്ണിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ. ബാക്കി ആ മാമന്തി അതാണ് ഇട്ടിക്കുന്നത്. ടീഷർട്ടും പാൻറ്റും ആണ്. മെല്ലെ ഞാൻ ലോക്ക് നീക്കി. ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം. നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ, അയിമയ്ക്ക് എന്താ വീണതാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ തുറന്നപ്പോഴേക്കും ഇവര് വണ്ടി കയറിയില്ലേ. ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആയും മൂക്കും ഒക്കെ പാടെ അടച്ച് പിടിച്ചു. പിന്നെ മുളക് പൊടി ഇട്ടതൊന്നും നോക്കിയപ്പോ തോന്നണില്ല. എന്നിട്ട് അവര് കുറെ വലിച്ചു. അപ്പൊ ഒപ്പമുള്ള ഒരാള് ഈ പിടിച്ച ആളില്ലേ, അയാൾ പറയുന്നുണ്ട് വേഗം വേഗം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു എന്നെ പിടിച്ച ആള് അതില് കിട്ടിയില്ല, ഊരിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരു എന്താണാവോ 2 ശബ്ദം അങ്ങനെ ഞാൻ കേട്ടു. 2 വളയാണ് കയ്യുമല്ലേ, 2 പവനോളം കഷ്ടിയുണ്ട്. ആ 2ഉം പൊട്ടിച്ചെടുത്തു. ഇല്ല, മാല ഞാൻ ഊരിയിട്ടിരുന്നു. മാലയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണു, നല്ലോണം വീണു ഞാൻ. അതോടുകൂടി ഇത് കിട്ടുകയും ചെയ്തില്ല, വള കിട്ടുകയും ചെയ്തൂല്ലോ. അതോടുകൂടി ഓടിപ്പോയി. പിന്നെ എനിക്ക് കുറെ കഴിഞ്ഞിട്ടാണ് എണീക്കാൻ കഴിഞ്ഞത്. അതാണ് മൂക്കും വായും പൊത്തിയവര് നല്ലോണം പൊത്തി പിടിച്ചു. അടച്ച് പിടിച്ചിട്ട് പിന്നെ അമർത്ത് പിടിച്ചിട്ട് മൂക്കും വായും നല്ലോണം ശ്വാസം കിട്ടാതെ ഞാൻ കുറെ ലൈറ്റ് ഉണ്ടല്ലോ, TV വർക്ക് ചെയ്യണില്ലേ, അത് എനിക്കറിയില്ല. നമ്മൾ ഈ പ്ലെയറിന്റെ ഒക്കെ മാതിരി ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അങ്ങനെ കിടിയും 2 ശബ്ദം ഉണ്ടായി. വലിയ പടക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പൊട്ടല്ലേ, ആ മാതിരി ഒരു പൊട്ടലാ കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ ടാങ്ക് അമ്മയ്ക്ക് വല്ലതും വീണതാണോ എന്ന് തോന്നാണ്ടായത്. അതാ അടുക്കുവറത്തെ വാതിൽ തുറക്കാനും ഉമ്മർത്ത് പൂട്ടിയിട്ടുണ്ട്. ഗേറ്റും അടച്ച് പൂട്ടി കിടക്കുക. ഗേറ്റുമ്പോൾ വന്നിട്ടാ തുറന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.